ക്രിസ്തുമസ് കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോൾ ചിന്താവിഷയമാക്കേണ്ട ഒന്നാണ് മറിയത്തിൻ്റെ പുണ്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്ന തിടുക്കം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം വായിക്കുന്നുണ്ട്, എലിസബത്ത് ഗർഭിണിയാണെന്ന വിവരം കേട്ടപ്പോൾ തന്നെ മറിയം അവളെ സന്ദർശിച്ച് അവൾക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് യൂദയായുടെ മലഞ്ചെരുവിലൂടെ തിടുക്കത്തിൽ ഓടിപ്പുറപ്പെടുന്നുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ മറിയം തിടുക്കത്തിൽ അവിടെ ഇടപെടുന്നുണ്ട്. അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. വീഞ്ഞു തീർന്നു പോയ ജീവിതങ്ങൾക്ക് പുതുവീഞ്ഞിന്റെ സാന്നിധ്യമായി മാറുന്നുണ്ട് പരിശുദ്ധ കന്യകാമറിയം. അപ്പോൾ പുണ്യപ്രവർത്തികൾ ചെയ്യുവാനായി നമുക്കൊരു തിടുക്കം വേണം. കൈകൾക്കും കാലുകൾക്കുമൊക്കെ ഒരു ചടുലത വേണം. ഇന്നത്തെ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനുള്ള മറ്റൊരു ചിന്ത ഇതാണ്. രക്ഷകന് വഴിയൊരുക്കുവാനായി വന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ എലിസബത്തിന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ കുതിച്ചു ചാടി രക്ഷകന് വഴിയൊരുക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനവും അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കി തരികയാണ് ഓരോ ഞായറാഴ്ചയിലെയും വായനകൾ. ക്രിസ്തുമസിനോടടുത്ത ഈ ദിനങ്ങളിൽ നാം ശ്രവിക്കുന്ന വായനകളുടെ അർത്ഥം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.